ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് കുറെ നാളുകളായി. അപ്പൊ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരാണ്ടിരുന്നു. പിന്നെ എന്താ പറയാ, കുറെ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ട് തക്കൂടെ എത്രയല്ലടി. അപ്പൊ ഇത്രയും ദിവസം എന്താണ് തക്കു നീ വരാഞ്ഞത്? ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത്. ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഉണ്ട് ഭയങ്കര വലിയൊരു ആഗ്രഹം അപ്പൊ റെഡി ആയപ്പോ പടക്കം പൊട്ടി. ഹോം മെയ്ഡ് KFC. അതെ. ഹലോ, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കുറെ ദിവസങ്ങൾക്ക് ശേഷം സുധപ്പനൊക്കെ വീഡിയോ കാണുന്നത് തന്നെ അല്ലെ സുധ? കുറെ നാളായില്ലേ? കുറെ നാളായി വന്നിട്ടും വീഡിയോ കണ്ടിട്ട്. അതെ, ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് കുറെ നാളുകളായി. അപ്പൊ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരാണ്ടിരുന്നു. പിന്നെ എന്താ പറയാ, ഒരു വിഷയം സുധപ്പന് ട്യൂഷനും എല്ലാവരും തിരക്കും. അതെ, അതുകൊണ്ട് അപ്പൊ വരാൻ പറ്റാറില്ല. തക്കുന്റെ ജോലി തിരക്ക് എല്ലാം കൂടി വരുമ്പോ വെച്ചാല് നടക്കാറില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ. അപ്പൊ നമുക്ക് നേരെ അകത്തുനിന്ന് കുറച്ച് വെറൈറ്റി കുറച്ച് പരിപാടികളൊക്കെ ഇവര് പോവും. ഇന്ന് തന്നെ പോവും. നാളെ ക്ലാസ് ഉള്ളതൊക്കെയാണ്, നാളെ എക്സാം ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോവും. അതിന് മുന്നേ ഒരു സംഭവം ഉണ്ട് അവിടെ സെറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ? നമുക്ക് വിശേഷങ്ങൾ. അപ്പൊ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഇവിടെ ഉണ്ട് കേട്ടാ. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഒരാളിവിടെ പഴുത്ത് വന്നിരിക്കുകയാണ് ഇവിടെ. എന്തായിരുന്നു? അതെ, കളിന്ന് വെച്ചാൽ രാവിലെ അതെ ഫുൾ ടൈം പ്രാക്ടീസ് ആണ്. അപ്പൊ കളികളുടെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്തോറും ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും അപ്പൊ എല്ലാം കൂടി ഇത് മുറുക്കിക്കൊണ്ടിരിക്കണം അല്ലേ. അതെ, അതിന്റെ വാട്ടം ഇപ്പോഴാണ്ട് വന്നു തുടങ്ങിയേക്കണത്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല പ്രാക്ടീസ് ആയിരുന്നു. എല്ലാവർക്കും നല്ല കളികൾ കാണാൻ പറ്റും. നമുക്ക് അപ്പൊ പോണ വഴിയൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പോണ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അതെ, അതെ, നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. വാ വലിയ എന്താണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? മിണ്ടാണ്ടിരിക്കുക എന്താണ് പറയ വലിയ ചിരിച്ചേ. ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട്. അവിടെ വേറെ ഒരു ടീമിന്റെ കൈകൊട്ടി കളി ഉണ്ടായിരുന്നു. അത് കാണാൻ പോയി ഞാൻ വലിയ TV കണ്ടോണ്ടിരിക്കുന്നു ഇവിടെ. അപ്പൊ അതെ നൈസായിട്ട് അടുക്കളയിൽ തീർന്നിവിടെ കിടക്കണായിരുന്നു. അവിടെ നെറ്റിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയത്തിനൊക്കെ മുടിയൊക്കെ മര്യാദക്ക് മുടിയൊക്കെ വെച്ച്. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിൽ അമ്മ എനിക്ക് അപ്പൊ നോക്കിയതേ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും അടുക്കളയിലാണ്. അതെ, കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കടക്കര വീട്ടിലെത്തിയിരിക്കാണ്. കൊണ്ടാട്ടത്തിനും കൊറേ ദിവസമായില്ലേ വന്നിട്ട്. അത് നമ്മളെ വിരിച്ചിട്ടാണ് അടുത്ത് മാറ്റി പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് വിരിച്ചാണ്. അപ്പൊ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ട് തക്കൂടെ എത്രയല്ലടി? കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സുധും കൂടി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ തന്നെ പോവട്ടാ. രാത്രി നമ്മള് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകും. കാരണം രാവിലെ എനിക്ക് ജിമ്മിലേക്ക് കൊണ്ടുപോയി. അത് കാരണം കുറച്ച് നേരം കഴിയുമ്പോ പോകും. അപ്പൊ ഉണ്ട് ഭയങ്കര വലിയൊരു ആഗ്രഹം KFC കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് വരുത്തിക്കണം. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൂടാ നമ്മൾ ചിന്തിച്ചു. എന്തുകൊണ്ട് KSF അമ്മ ഇപ്പൊ പുറത്തു പോയി ചോദിക്കണായിരുന്നു, KSF ഉണ്ടാക്കിയില്ലേ നിങ്ങളത്? ഇപ്പൊ നമ്മള് KFC-ക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പൊ ഇത്രയും ദിവസം എന്താണ് തക്കു നീ വരാഞ്ഞത്? ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത്. പ്രശ്നം ഭയങ്കര പ്രശ്നമായിരുന്നു. വേറെ ഒന്നല്ല, അതേ ഈ ചെറുക്കൻ ട്യൂഷനായിരുന്നു. ട്യൂഷനും പിന്നെ ഇപ്പൊ ഞാൻ ജിമ്മിലൊക്കെ പോണോണ്ട് തന്നെ 2 നേരവും ഇപ്പൊ വൈകുന്നേരം വരുമ്പോ ഇവന് പരീക്ഷ പഠിക്കാൻ, രാവിലെ ജിമ്മിൽ പോണ്, ജോലിക്ക് പോകണം. അപ്പൊ ഇങ്ങനെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പൊ വെക്കേഷൻ ആകുമ്പോ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇനി നമ്മളെ നെഗറ്റീവ് അടിക്കുന്നവർ എന്തായാലും വീടില്ലേ പോയിക്കൂടെ ഇവൾക്ക്? എന്റെ അയൽവക്കത്തുള്ള ചെക്കൻ ഇന്ന് ചോദിക്കണേ. ഞാൻ കുറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ പോകാം. പിന്നെ ഇപ്പോഴും കമന്റ് കാണാല്ല വീട്ടിൽ പോയി കൂടെ. ഞാൻ അങ്ങോട്ട് വരാറില്ലല്ല. അപ്പൊ ഇനി കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവട്ടാ വരും. വലിയ ക്ലാസ്സിലായ പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് വരാൻ ബുദ്ധിമുട്ട്. മറ്റത് കുഞ്ഞു ക്ലാസ്സിലാകുമ്പോ പിന്നെ പോട്ടെ വിചാരിച്ച് വരുമായിരുന്നു. ഇവിടുന്ന് പോകാല്ല എന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ ട്യൂഷനാണെങ്കിലും കണ്ണങ്ങളങ്ങനെ ആക്കിക്കണോണ്ട് തന്നെ വരാൻ പറ്റൂലല്ലോ. അങ്ങനെയാണ്. ഇന്ന് ഒരാളും കൂടി കൂടെ ഉണ്ടാവണ്ടേ. പക്ഷെ ആൾക്ക് പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ സുഞ്ചേട്ടനായിട്ട് എല്ലാവരും വരാന്നൊക്കെ പറഞ്ഞു. സുഞ്ചേട്ടനാണെങ്കിലും ഞായറാഴ്ച ശനി ഞായറൊന്നും ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ ഇനി മുതൽ ശനി ഞായറും ഉണ്ടാവും. അപ്പൊ ഇനി ഇടയ്ക്കിന് ഞങ്ങൾ എല്ലാവരും കൂടി ശനി ഞായറൊക്കെ വരെയും ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നമ്മളെ വിശേഷം. ഇനിയിപ്പോ നമ്മുടെ പ്രധാന വിശേഷമായ KFC-ലോട്ട് കിടക്കാം. നമ്മള് ഒരു കാഭാഗം ചെയ്ത് വെച്ചേക്കണ്ട. അരഭാഗമായി അതെ, നോക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണല്ലേ. അമ്മ എനിക്ക് ആകെ ആവശ്യമായിട്ടാണല്ലോ വന്നേക്കണം. അപ്പൊ നമുക്ക് നാരങ്ങളും കുടിക്കാൻ ആഗ്രഹം. അപ്പൊ നാരങ്ങളും ഉണ്ടാക്കി ഇതാണ് ഈ അമ്മക്ക് മാത്രമുള്ള എനിക്കില്ലേ പഞ്ചസാര ഇട്ട് ഞങ്ങൾ അലിയിപ്പിച്ചോണ്ട് എനിക്കില്ല. പുതിയതായി എന്താ ആദ്യം പനിയാടാ
എന്താണ് ആദ്യം അമ്മ കൊടുത്തിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങള്. അപ്പൊ ഇനി ഇതിപ്പോ വെക്കാറായിട്ടുണ്ട്. വെക്കാറായി. ഇനിയിപ്പോ നമ്മള് ഇതില് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. തൈരും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ആദ്യം ഒന്ന് ചിക്കൻ ഒന്ന് കുറച്ച് സമയം വെച്ച്, പിന്നെ അത് കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് വിചാരിച്ചത്, അത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരമായിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇതിന് പഞ്ചസാര ഒന്നും ഉണ്ടോ? അത് മറ്റേതില് പഞ്ചസാര. എന്നിട്ട് ഇത് സെറ്റാക്കി അത് ഇതിലേക്ക് നമ്മള് മൈദപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് ഇതേ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എളുപ്പത്തിൽ വിചാരിക്കരുത് കേട്ടോ, അവരെ ആക്ഷേപിച്ചെന്ന് വിചാരിക്കരുത്. ഇത് ഞങ്ങളുടെ KSF. വീട്ടിലുണ്ടാക്കുമ്പോഴേക്ക് ഇങ്ങനെയല്ല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ വേറെ എങ്കിലും ചേർക്കണ്ടെന്ന് അറിഞ്ഞൂടല്ല. അവരെന്തായാലും വേറെ എന്തെങ്കിലും ചേർക്കണ്ടാവും. അവരുടെ വിജയത്തിന് വേണ്ടി അവരെന്താ ചെയ്യും. അത് പിന്നെ നിങ്ങൾക്ക് പറ്റൂലല്ലോ. പറഞ്ഞുതരാണെങ്കിൽ ഞങ്ങൾ അതുപോലെ ചെയ്യും. ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടാണ് ചെയ്യണം. ഇതിലിപ്പൊ കുറച്ച് അതിലെ വെള്ളം കുറച്ച് ബാക്കി വരുമെന്ന് ഓർത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ വെള്ളം എന്ത് ചെയ്യും വീഡിയോയിലും അങ്ങനെ വെള്ളം ബാക്കി വന്നില്ല. അപ്പൊ നമുക്ക് ഇതിന് ഇടുമ്പോ കാണാം അല്ലേ? ഓക്കേ. അപ്പൊ സംഭവം നോക്കിയേ, മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുഴച്ചോണ്ടിരിക്കുകയാണ്. ഏകദേശം ഏതെങ്കിലും ചിക്കൻ മറ്റേ ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ഏതെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അവർ ചേട്ടനിയന്മാരുടെ വകയില് ബന്ധു പറയാൻ തുടങ്ങിയ പിന്നെ ഇവിടെ നോക്കിയേ, നമ്മള് പാത്രം വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടേക്കാണ്. അപ്പൊ നേരെ എന്നിട്ട് ഇപ്പൊ പൊരിക്കാനിടും അല്ലേ കേട്ടോ. അവിടത്തെ പോലെ ഒരു ഫീൽ അടിച്ചല്ലേ. ഇത് വെക്കുമ്പോ അമ്മ ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, വേവണം. ഇതേപോലെ വെന്തൊക്കെ അപ്പൊ സംഭവമൊക്കെ നേരെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ റെഡി ആയപ്പോ പടക്കം പൊട്ടി. അതെ, അങ്ങനെ വേണം പറയാനായിട്ട്. അതെ, അതവിടെ പടത്തതിന്റെ വിശേഷങ്ങളാ ചോദിക്കണ്ട അമ്മമ്മോടെ. ഞാനമ്മ ഇവിടെ എന്തെങ്കിലും ചോദിക്കണേന്ന് ഓർത്താണ് അങ്ങോട്ട് നോക്കിയത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അതെ, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഞാൻ വെറുതെ ടെസ്റ്റ് അടിച്ചായിരുന്നു. ഞാനും അടിച്ചായിരുന്നു. എല്ലാവരും ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തേത്. അപ്പൊ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അമ്മ കേസ് റെഡി. ആളിവിടെ കിടന്ന് ഊരില്ലേട്ടാ. ആളിവിടെ കേട്ടെന്നിട്ട് ഇരിക്കാനും പറ്റുള്ള. അമ്മ മൊത്തം കഴിച്ചു, നമുക്ക് പറ്റണത്രം കഴിക്കി. അപ്പൊ നോക്കി എല്ലാരും വന്നിട്ട വലിയ അപ്പുറത്തേക്ക് ഇറങ്ങി കഴിച്ചിടക്കണ്ട. അപ്പൊ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയേ. എല്ലാരും തട്ടിട്ടോളൂ. പിന്നെ കഴിച്ചോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ശരിക്കും കടന്നൊക്കെ മേടിക്കലോട്ട് തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ്. കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് കുറെ സംഭവങ്ങളൊന്നൊക്കെ കുറച്ചിട്ടുണ്ടാവും. അത് അവര് പറഞ്ഞു തന്നില്ലല്ലോ സീക്രട്ട്. അടിപൊളി. എല്ലാവരും കഴിച്ചോണ്ടിരിക്കണ്ട. ഞാൻ സത്യത്തില് ഒരു ടേസ്റ്റ് നോക്കിയായിരുന്നു എല്ലാവരും ഏട്ടാ. ഞങ്ങൾ സത്യസന്ധരാൻ വേണ്ടി അങ്ങനെ എല്ലാം പറയും. എന്താ സംഭവം അറിയണല്ലോ. അതെ, സക്സസ് ആയില്ലെന്ന് അറിയണോ. നല്ല ബാക്കി ഇടേണ്ട കാര്യമുള്ളൂ. സക്സസ് ആയില്ലെങ്കിൽ ഇടൂലായിരുന്നു. സക്സസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇട്ട് സംഭവങ്ങളാ. നമ്മള് മുക്കി തിന്നാനൊന്നുമില്ലല്ലോ. സക്സസ് ആയില്ലെങ്കിൽ അത് കറിയാക്കി തീർത്തേനെ. സവാളയൊക്കെ അരിഞ്ഞിട്ട് ഞങ്ങളിപ്പോ മറ്റേ വീഡിയോയില് മന്തി ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണോട്ടെ. സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കടയിൽ പോയി വാങ്ങിക്കണം. അവർക്ക് വിഷമാവില്ലേ? വേറെ ആരും വാങ്ങിച്ചോളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹം ഇരുന്നിട്ടാണ്, കുഞ്ഞാഗ്രഹം തോന്നി. അപ്പൊ തന്നെ ഞങ്ങൾ നടത്തി. കാര്യമുറി അടിക്കണം. എന്ത് ചിരിയാണത്? പല്ലെല്ലാം ഇങ്ങോട്ട് പോന്നേ. വലിയ ചില ഫ്രണ്ടിൽ എത്ര പല്ലെന്ന് നോക്കിയാ? 3 പല്ല്. 3 പല്ലാണ്. കഴിക്കേണ്ട. അപ്പൊ സോസ് ഞങ്ങൾ സത്യമായിട്ട് മേടിക്കാൻ മറന്നില്ല. മണേസ്
മയോണൈസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മയോണൈസ് ഫേവറേറ്റ് ആണ് നമുക്ക്. സോസ് ഫ്രിഡ്ജിലുണ്ടെന്നാണ് ഓർത്തത്. പക്ഷെ നോക്കിയപ്പോ ഉണ്ടായില്ല. ഇന്നിങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം ഇതൊക്കെ ഇപ്പൊ നമുക്ക് പഠിച്ചല്ലോ, ഇനി നമുക്ക് എപ്പോഴും ഉണ്ടാക്കാല്ലോ. അതെ, അപ്പൊ സോസ് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. അങ്ങനെയൊക്കെയാണ് തക്കുവിന്റെ എന്താണ് ഞാൻ പറയാനറിയാം. KFC വിജയിച്ച് അത്ര പറഞ്ഞാൽ മതി. സന്തോഷായി. സുധു വിജയിച്ചല്ലേ സുധു? അതെ. നീ അങ്ങനെ വീട്ടിൽ വരുമ്പോ ഉണ്ടാക്കി തന്നോട്ടെ. ഇനിയിപ്പോ ഞാൻ വീട്ടില് ചിക്കൻ മേടിക്കുമ്പോ ഉണ്ടാക്കാമെന്ന് പറയും. എളുപ്പമായതുകൊണ്ട് പിന്നെ ഉണ്ടാക്കി കൊടുക്കാം, കുഴപ്പമില്ല. അതെ, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ കണ്ണും കഴിക്കണ്ടേ? നമ്മുടെ സ്നേഹം കാണിച്ചതാണ് കണ്ടത്. അതെ, ഞാനൊക്കെ ഇങ്ങടക്ക് എത്തിക്കുന്നത്. ഒരാൾ ഇവിടെ പോയിരിക്കണം, ഒരാൾ കുറച്ചൊരു അവിടെ അവിടെ നീങ്ങിക്കേണ്ട കാര്യമുള്ളൂ. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക, ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ നല്ലൊരു തക്കുനെ കുറെ നാളത്തെ കണ്ടൊരു വീഡിയോ ആണിത് അല്ലേ താക്കു? സുധു കുറെ നേരം സംസാരിച്ചു എന്തുകൊണ്ടാണ് സത്യാവസ്ഥ വരാത്തതെന്ന് എല്ലാ കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതാണ് പണ്ടൊക്കെ തക്കു വീഡിയോ ചോദിക്കുമായിരുന്നു, ആൾക്കാർ കമന്റ് ചോദിക്കുമായിരുന്നു തക്കോടൊന്ന് പോണില്ലേന്ന്. ഇന്നും ചോദിക്കണ്ടായിരുന്നു. ഇന്നത്തെ അപ്പുറത്തുള്ള ആൾക്കാർ എന്നോട് ഞാൻ പോണെന്ന് പറഞ്ഞപ്പോ അവിടെ തന്നെയാണ് കമന്റിൽ ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ തക്കു വരാറില്ല, കുറെ നാളെ. അതെ, അതിപ്പോ പോയി അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാമോദർ ഉറക്കുന്നു വീഴാൻ പോണോക്കി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.